CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കുന്നംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിൽ നിന്നും പൈപ്പ് ടാപ്പുകളും ഇരുമ്പു സാധനങ്ങളും മോഷണം പോയ സംഭവത്തിൽ മോഷ്ടാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മുള്ളൂർക്കര പടിഞ്ഞാറേതിൽ 37 വയസ്സുള്ള സന്തോഷിനെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി നെല്ലുവായിൽ ഓടിക്കൊണ്ടിരുന്ന കാർ നടുറോഡിൽ തലകീഴായി മറിഞ്ഞു. ഞായറാഴ്ച രാത്രി 10:45ഓടെയാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. ഒക്ടോബർ 7, 8, 9 തീയതികളിലായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് ഉപജില്ലാ കായികമേള നടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂരും ജനറൽ സെക്രട്ടറി അജു M ജോണിയും നടത്തിവന്നിരുന്ന അനിശ്ചിതകാല നിരാഹാരം അവസാനിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ സമരം രണ്ടാം ദിവസമായ ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിന് 80 കിലോമീറ്ററുകൾ അകലെയുള്ള ടോൾ പ്ലാസ 65 രൂപ ടോൾ ഈടാക്കിയപ്പോൾ ഞെട്ടിയത് കാർ ഉടമ. ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തകനും മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി മുൻ മെമ്പറുമായ R ജയകുമാറിനാണ് നടത്താത്ത യാത്രയ്ക്ക് ടോൾ ഈടാക്കിക്കൊണ്ട് മെസ്സേജ് വന്നത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കൊരട്ടിക്കര മാർ കുർലോസ് പള്ളി പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി പെരുന്നാൾ കൊടിയേറ്റം നടത്തി. നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 2024 തിരുവോണം ബമ്പർ വിൽപ്പന 67 ലക്ഷത്തിലേക്ക് കടന്നു. ആകെ 70 ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് നിലവിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. KSEB ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണു മരിച്ചു. തയ്യൂർ കിഴുവീട്ടിൽ നാരായണൻ നായരുടെ മകൻ സന്തോഷാണ് മരിച്ചത്. 48 വയസ്സാണ്. CCTV കേച്ചേരി 2 സ്റ്റാർ കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരൻ മഴുവഞ്ചേരി മുളയ്ക്കൽ ചെമ്പിശ്ശേരി ജോസിന്റെ ഭാര്യയും ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയുമായ റീന നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് എരനെല്ലൂർ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഭിന്നശേഷി കുട്ടികൾക്കായി ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ച് പ്രവർത്തിച്ച കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു റീന ടീച്ചർ. ടീച്ചറുടെ മരണം കുട്ടികൾക്കും തീരാവേദനയായി. വാഹനങ്ങൾക്ക് ഭീഷണിയായി BSNLന്റെ ഉപയോഗശൂന്യമായ പോസ്റ്റ്. പാലുവായ് മാമ ബസാർ സെന്ററിൽ വർഷങ്ങൾക്ക് മുന്നേ BSNL സ്ഥാപിച്ച പോസ്റ്റ് വാഹനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതായാണ് നാട്ടുകാരുടെ പരാതി. പുന്നിയൂർക്കുളം പരൂർ കോൾപ്പടവിൽ പാഴ്ചെടികൾ നശിപ്പിക്കാൻ നിരോധിത രാസലായനികൾ ഉപയോഗിക്കുന്നതായി പരാതി. പ്രദേശവാസികളാണ് കൃഷി ഓഫീസർക്ക് പരാതി നൽകിയത്. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ചിത്രകലാ ശില്പശാല നടത്തി. ഞായറാഴ്ച വൈകിട്ട് ലൈബ്രറി ഹാളിൽ സിനി ആർട്ട് ഡയറക്ടർ ജയലാലിന്റെ നേതൃത്വത്തിൽ ചിത്രകലയെക്കുറിച്ച് നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക്നിക്കൽ ഫെസ്റ്റ് വൈവിധ്യത്തിൽ എക്സോസ് ശബ്ദത്തിന്റെ വിന്യാസം കൊണ്ട് കാറുകൾ ഏറ്റുമുട്ടിയ ദി ഡെസിബൽ മത്സരവും റോബോട്ട് എക്സ്പോയും ആവേശമായി. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ഫ്രണ്ട്സ് റോഡ് പുനർനിർമ്മാണത്തിന് 6 ലക്ഷം രൂപ അനുവദിച്ച് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷിതയെ പരിസരവാസികൾ അനുമോദിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സാഹസ് എന്ന പേരിൽ മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആളൂർ യുവജന സമാജം വായനശാലയുടെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് 75ാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. കേരള ആരോഗ്യ സർവകലാശാല BDS പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ ബിൻസയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റി മൊമെന്റോ നൽകി ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ സേവന ദിനം ആചരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച 2 പേർക്ക് പരിക്ക്. ഏങ്ങണ്ടിയൂർ പുറത്തൂർ വീട്ടിൽ ജോവിൻ, ആലപ്പാട്ട് കുന്നത്ത് വീട്ടിൽ അമർലാൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊക്കൻ അച്ഛന്റെ 68ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ കലോത്സവം സംഘടിപ്പിച്ചു. സാരംഗി 2024 എന്ന പേരിൽ നടന്ന കലോത്സവം നാടക പ്രവർത്തകൻ സുനിൽ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു.
365 തവണ ഭാഗവത പാരായണ യജ്ഞം നടത്തിയ ഭാഗവതാചാര്യ രുക്മിണി അന്തർജനത്തെ ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് ഭാഗവതരത്നം പുരസ്കാരം നൽകി ആദരിച്ചു. AD 52 വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്തർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഇടവക ദിനം ആഘോഷിച്ചു. പൊർക്കളങ്ങാട് ഗ്രാമീണ വായനശാലയുടെയും ശ്രീ മുരുകൻ ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരണീയം 2024 സംഘടിപ്പിച്ചു. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട കാർ കടമുറികളിലേക്ക് ഇടിച്ചുകയറിയ അപകടം, ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയാണ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് സമീപത്തുള്ള കോഴിക്കടയിലേക്കും ഇരുമ്പ് സാമഗ്രികൾ വിൽക്കുന്ന കടയിലേക്കും നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറിയത്. പുന്നയൂർ അകലാട് ശ്രീബുദ്ധ ആൻഡ് ആയുഷ്മ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുഭവനപുരം സാമൂഹ്യ സുരക്ഷാ ട്രസ്റ്റുമായി സഹകരിച്ച് ലഹരി വിമുക്ത ഗ്രാമം നമ്മുടെ ഉത്തരവാദിത്വം എന്ന ക്യാമ്പയിൻ നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഫണ്ട് ശേഖരണാർത്ഥം സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം MLA AC മൊയ്തീന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ ഫണ്ട് ശേഖരിച്ചു. കുന്നംകുളം YWCAയുടെ 2024-25 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഡയറക്ടറി പ്രകാശനവും നടന്നു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം ചെയ്തു. 2022-23 വർഷത്തിലെ മൂന്നാം ഘട്ടത്തിൽ 7,80,000 രൂപ ചെലവഴിച്ച് 43 പേർക്കാണ് കട്ടിൽ നൽകിയത്. പുന്നൂർക്കുളം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിലെ പ്രവർത്തകർ സമാഹരിച്ച ചികിത്സാ സഹായം കൈമാറി. ജില്ലയിലെ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ഞാലിൽ വീട്ടിൽ ദിനീഷ് സിന്ധു ദമ്പതികളുടെ മകൻ ദക്ഷിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ ഫണ്ട് സമാഹരണം നടത്തിയത്. അകലാട് ഒറ്റൈനി അൽ മദ്രസത്തുൽ സലഫിയയുടെ നേതൃത്വത്തിൽ സർഗവസന്തം നടത്തി. അക്കിക്കാവ് ടെൽകോൺ ഗ്രൗണ്ടിൽ നടന്ന 2020 AL സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.